നമസ്കാരം. ജ്യോതിടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സൂര്യൻ മുതൽ ശനി വരെയുള്ള 7 ഗ്രഹങ്ങൾ എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണിത്. താമ്രം സ്വർണം പിതൃശുഭഫലം ച ആത്മസൗഖ്യം പ്രതാപം ധൈര്യം ശൗര്യം സമിതി വിജയം രാജസേവാം പ്രകാശം ശൈവം കാര്യം വനഗിരിഗതിം ഹോമകാര്യപ്രവൃത്തിം ദേവസ്ഥാനം കഥയത് ബുധ സ്ഥൈഷ്ണ്യമുത്സാഹമർക്കാത്. ചെമ്പ് സ്വർണം പിതാവിൻ്റെ ശുഭഫലങ്ങൾ: ആത്മസൗഖ്യം, പ്രതാപം, ധൈര്യം, ശൗര്യം, യുദ്ധത്തിലുള്ള ജയം അല്ലെങ്കിൽ മത്സരങ്ങളിലുള്ള ജയം, രാജാവിനെ സേവിക്കുക അല്ലെങ്കിൽ സർക്കാർ ജോലി, പ്രകാശം, ശിവനെ സംബന്ധിച്ച കാര്യങ്ങൾ, ഇതെല്ലാം സൂര്യനെ കൊണ്ട് ചിന്തിക്കണം. മാതുസ്വസ്തി മലപ്രസാദമുദതി സ്നാനം സിതം ചാമരം സത്രം സുവ്യജനം ഫലാനി മൃദുലം പുഷ്പാണി സസ്യം കൃഷിം കീർത്തിം മൗക്തിക കാംസ്യരൂപ്യ മധുര ക്ഷീരാദിവസ്രം ഭുഗോ യോഷാപ്തിം സുഖഭോജനം തനുസുഖം രൂപം വദേ ചന്ദ്രദാ. മാതൃസുഖം, മനസ്സന്തോഷം, സമുദ്രസ്നാനം, വെഞ്ചാമരം, കുട, വിശറി, ഫലങ്ങൾ, മാർദ്ദവം, പുഷ്പങ്ങൾ, സസ്യങ്ങൾ, കൃഷി, കീർത്തി, മുത്ത്, വെങ്കലം, വെള്ളി, മധുരരസം, പാല്, വസ്ത്രം, വെള്ളം, പശു, സ്ത്രീജനപ്രാപ്തി, ഭോജനസുഖം, ഇതെല്ലാം ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കണം. സത്വം ഭൂഫലിതം സഹോദരഗുണം ക്രൗര്യം വ്രണം സാഹസം വിദ്വേഷം ച മഹാനസാഗ്നി കനകജാത്യസ്രചോരാൻ രിപും ഉത്സാഹം പരഗാമിനീരതിമസത്യോക്തിൻ മഹീജാദ്വദേത് വീര്യം ചിത്തസമുന്നതിം ച കലുഷം സേനാധിപത്യം ക്ഷതം. നിർവികാരം, ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സഹോദരന്മാരുടെ ഗുണവിശേഷങ്ങൾ, ക്രൂരത, യുദ്ധം, സാഹസികത അല്ലെങ്കിൽ എടുത്തുചാട്ടം, ദേഷ്യം, അടുക്കള, അഗ്നി, സ്വർണം, ആയുധം, കള്ളന്മാർ, ശത്രുക്കൾ, ഉത്സാഹം, പരശ്രീരതി, സത്യമല്ലാത്ത കാര്യങ്ങൾ, വീര്യം, മനസ്സിൻ്റെ ഉറപ്പ്, പാപം, സേനയുടെ ആധിപത്യം, ശരീരത്തിനുണ്ടാകുന്ന പരിക്ക്, ഇതെല്ലാം ചൊവ്വയെ കൊണ്ട് ചിന്തിക്കാം. പാണ്ഡിത്യം സുവച കലാനിപുണതാം വിദ്വസ്തുതിം മാതുലം വാക്ചാതുര്യമുപാസനാദിപടുതാം വിദ്യാസുയുക്തിം മതിം യജ്ഞം വൈഷ്ണവകർമ്മ സത്യവചനം ശുക്തിം വികാരസ്ഥലം ശില്പം ബാന്ധവ യൗവരാജ സുഹൃത സ്തത്ഭാഗിനേയം ബുധാ. പാണ്ഡിത്യം, നല്ല വാക്കുകൾ, കലാസാമർഥ്യം, വിദ്വാൻമാരാൽ പ്രശംസിക്കപ്പെടുക, അമ്മാവൻ, വാക്കുകൾ ഉപയോഗിക്കുന്നതിലുള്ള സാമർഥ്യം, ഉപാസനയിൽ ഉണ്ടാകുന്ന ശ്രേഷ്ഠത, വിദ്യ, യുക്തിക്കനുസരിച്ച് ചിന്തിക്കാനുള്ള കഴിവ്, ബുദ്ധി, യാഗം, വിഷ്ണുവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ, സത്യസന്ധമായിട്ടുള്ള സംഭാഷണം, മുത്ത്, കളിസ്ഥലം, ശില്പം, ബന്ധുക്കൾ, യുവരാജാവ്, സുഹൃത്തുക്കൾ, മരുമക്കൾ, ഇതെല്ലാം ബുധനെ കൊണ്ട് പറയണം. ജ്ഞാനം സദ്ഗുണമാത്മജം ച സജീവം സ്വാചാരമാചാര്യകം മാഹാത്മ്യം ശ്രുതിശാസ്ത്രതി സ്മൃതിമതിം സർവോന്നതിം സദ്ഗതിം ദേവബ്രാഹ്മണഭക്തി മധ്വരതപശ്രദ്ധ ച കോശസ്ഥലം വൈദുക്ഷ്യം വിജിതേന്ദ്രിയം ദവസുഖം സമ്മാനമീഢ്യാദയാം. ജ്ഞാനം, നല്ല ഗുണങ്ങൾ, പുത്രൻ, മന്ത്രി, നല്ല ആചാരങ്ങൾ, ആചാര്യൻ അല്ലെങ്കിൽ ഗുരുനാഥൻ, മഹിമ, വേദം, ശാസ്ത്രം, ബുദ്ധി, ഓർമ്മശക്തി, താൽപ്പര്യം, സർവ ഉന്നതികളും, സദ്ഗതി, ദേവന്മാരിലും ബ്രാഹ്മണന്മാരിലുമുള്ള ഭക്തി, യാഗം, തപസ്, ശ്രദ്ധ, ഭണ്ഡാരസ്ഥലം, വിദ്വത്വം, ഇന്ദ്രിയജയം, ഭർത്താവിൽ നിന്നുമുള്ള സുഖം, സമ്മാനം, ദയ എന്നിവ വേടത്തെക്കൊണ്ട് പറയണം. സമ്പദ്വാഹന വസ്ത്രഭൂഷണ നിധി ദ്രവ്യാണി തൗരത്രികം ഭാര്യാസൗഖ്യ സുഗന്ധ പുഷ്പമദന വ്യാപാരശയ്യാലയാൻ ശ്രീമത്വം കവിതാസുഖം ബഹുവധൂ സംഘം വിലാസം മതം സാജീവ്യം സരസോക്തിമാഹ പ്രകുചാദുദ്ദോഹ കർമ്മോത്സവം. സമ്പത്ത്, വാഹനം, വസ്ത്രം, ആഭരണം, നിധിദ്രവ്യങ്ങൾ,
ഗാനനൃത്തവാദ്യങ്ങൾ, ഭാര്യാസുഖം, സുഗന്ധവസ്തുക്കൾ, പുഷ്പങ്ങൾ, സ്ത്രീപുരുഷ സമാഗമങ്ങൾ, കച്ചവടം, കിടപ്പുമുറി, ഐശ്വര്യം, കവിതാരചനയും ആസ്വാദനവും, ധാരാളം സ്ത്രീകളുമായിട്ടുള്ള സംഗമം, ശൃംഗാരചേഷ്ടകൾ, മതിക്കുക, കാര്യോപദേഷ്ടാവ്, സരസമായ സംഭാഷണം, വിവാഹം, ഉത്സവം എന്നിവ ശുക്രനെ കൊണ്ട് പറയണം. ആയുഷ്യം മരണം ഭയം പതിതതാം ദുഃഖാപമാനമയാൻ ദാരിദ്ര്യം മൃതകാപവാദ കരുഷാണ്യാസൗജനിന്ദാപദ സ്ഥൈര്യം നീജജനാശ്രയം ചമകിഷം തന്ത്രീമൃണം ചായസം ദാസത്വം കൃഷിസാധനം രവിസുതാൻ കാരാഗൃഹം ബന്ധനം. ആയുസ്, മരണം, ഭയം, ഭ്രഷ്ടനാവുക, ദുഃഖം, അപമാനം, രോഗം, ദാരിദ്ര്യം, ഭൃത്യൻ, അപവാദം, പാപം, പുലവാലായ്മ, നിന്ദിക്കുക, ആപത്ത്, സ്ഥിരത, നീചജന സംസർഗം, പോത്ത്, മടി, കടബാധ്യത, ഇരുമ്പ്, ദാസത്വം, കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ജയിൽവാസം, ബന്ധനാവസ്ഥ ഇവയെയെല്ലാം ശനിയെ കൊണ്ട് പറയണം. പുലവാലായ്മ എന്നാൽ മരണം, പ്രസവം മുതലായവ മൂലമുണ്ടാകുന്ന തുടക്കമാണ്.